നമസ്തേ. സർവ്വ ഐശ്വര്യത്തിനുള്ള വഴിപാടുകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സർവ്വസാധാരണമാണ്. വഴിപാടുകൾ നടത്തുന്നതിന് പിന്നിലെ ശാസ്ത്രീയത പലതാണ്. കൂടാതെ ഒരേ വഴിപാടുകൾ നടത്തി പല ഉദ്ദേശങ്ങളുണ്ട് താനും. വഴിപാടുകൾ സദുദ്ദേശപരമായാണ് സാധാരണ നടത്താറുള്ളത്. കലികാലമായ ഇക്കാലത്ത് വരുത്തിക്കൂട്ടുന്ന പാപങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എങ്കിലും കഷ്ടകാലത്തോ മനക്ലേശം വരുമ്പോഴോ ആണ് വഴിപാടുകളിലേക്ക് സാധാരണക്കാരുടെ ശ്രദ്ധ തിരിയാറുള്ളത്. സർവ്വ ഐശ്വര്യത്തിനായുള്ള വഴിപാടുകൾ പൊതുവേയുള്ളത് വിവരിക്കുകയാണ്. തൽക്കാല ശമനം എന്നതിലുപരി ദീർഘകാലത്തേക്കുമായി വഴിപാടുകൾ നടത്താം. ക്ഷേത്രങ്ങളിൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയാം. വിളക്ക് കത്തിക്കുന്നതിലൂടെ മാനസിക ആരോഗ്യം നേടുന്നു. എന്തിനേയും നേരിടാനുള്ള കരുത്തും ആർജവവും സ്വാഭാവികമായും സമ്പാദിക്കുന്നു. ശരീരത്തിലെ അവശതകൾക്ക് നല്ലൊരു പരിഹാരമാണ്. എണ്ണവിളക്ക് കത്തിക്കുന്നതിലൂടെ ശനിദോഷത്തിന് പരിഹാരം കാണാം. നീരാഞ്ജനവും അതേ ഗുണം തന്നെ ചെയ്യുന്നു. മനസ്സിന് കൂടുതൽ വെളിച്ചവും സ്വസ്ഥതയും കൈവരും. ഇനി വെള്ളം നിവേദ്യമായിട്ട് അർപ്പിക്കുകയാണെങ്കിൽ ചിന്താശുദ്ധിക്കും അതേപോലെ തന്നെ ശത്രുദോഷ പരിഹാരത്തിനുമായാണ് വെള്ള നിവേദ്യം അർപ്പിക്കുന്നത്. ഇനി ചന്ദനം തൊടുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ വെച്ചാൽ ചർമ്മരോഗങ്ങൾ ശമിക്കുന്നതിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ചന്ദനം തൊടുന്നത്. കൂടാതെ വിദ്യ, ധനം, മുഖശ്രീ ഇവയെല്ലാം ചന്ദനം തൊടുന്നത് കൊണ്ടുണ്ടാകുന്നു. നിറപറയുടെ പ്രാധാന്യം എന്താ വെച്ചാൽ സർവ്വ ഐശ്വര്യത്തിനായാണ് നിറപറ വയ്ക്കുന്നത്. അടുത്തത് ത്രിമധുരം നടത്തുന്നതിൻ്റെ പ്രാധാന്യം. വിജ്ഞാനവർദ്ധനവിന് വേണ്ടിയാണ് ത്രിമധുരം നടത്തുന്നത്. പുഷ്പാഞ്ജലി നടത്തുകയാണെങ്കിൽ, അതായത് പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്ന ആ പുഷ്പാഞ്ജലി നടത്തുകയാണെങ്കിൽ ശാരീരിക മാനസിക അവസ്ഥകൾക്ക് മാറ്റം വരുന്നു, ഹൃദയശുദ്ധി കൈവരുന്നു, ദീർഘായുസ് ഉണ്ടാകുന്നു, ശത്രുദോഷത്തെ മാറ്റുന്നു. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനും സർവ്വ ഐശ്വര്യം കൈവരാനും സമ്പത്തും ധനവും വർദ്ധിക്കാനും പുഷ്പാഞ്ജലി നടത്തുന്നത് കൊണ്ട് ഫലമുണ്ടാകുന്നു. താലി സമർപ്പണം കൊണ്ട് അർത്ഥമാക്കുന്നത് ദീർഘമാംഗല്യത്തിനും വിവാഹദോഷങ്ങൾ തീരാനുമാണ് താലി സമർപ്പണം ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. അന്നദാനം നടത്തുന്നത് കൊണ്ട് സർവ്വ ഐശ്വര്യം ലഭിക്കാനും ആഗ്രഹ നിവൃത്തിക്കുമായാണ് അന്നദാനം നടത്തുന്നത്. നിറമാല ചാർത്തുന്നതിൻ്റെ പ്രാധാന്യം മനസുഖത്തിനും ആഗ്രഹപൂരണത്തിനും വേണ്ടിയാണ് നിറമാല ചാർത്തുന്നത്. അഭിഷേകം നടത്തുന്നത് പാപം നശിക്കാനും മംഗളം ലഭിക്കാനുമായാണ് അഭിഷേകം നടത്തുന്നത്. ജലം കൊണ്ട് അഭിഷേകം ചെയ്താൽ 10, പാലാണെങ്കിൽ 100, തൈരാണെങ്കിൽ 1000, തേനാണെങ്കിൽ 10,000, നെയ്യ് കൊണ്ടാണെങ്കിൽ 1,00,000, കരിമ്പ് നീര് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ 10,00,000, ഇളനീർ കൊണ്ടാണെങ്കിൽ 1,00,00,000, സുഗന്ധജലം കൊണ്ടാണെങ്കിൽ സർവ്വപാപങ്ങളും നശിക്കുന്നു എന്നാണ് വിശ്വാസം.